കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിഷേധമുയർത്തിക്കൊണ്ട് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധങ്ങൾ അലയടിച്ചേരുകയാണ്. സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായി LDF നേതൃത്വത്തിൽ നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് ബഹുജനങ്ങൾ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. ധർണാ സമരം സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് സമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രമുഖരായ നേതാക്കന്മാർ സംസാരിക്കുന്നു. ധർണാ സമരത്തിന് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ എത്തിച്ചേരുന്നു. ധർണാ സമരത്തിന് തുടക്കം കുറിക്കുകയാണ്. ധർണാ സമരത്തിലേക്ക് എല്ലാ ബന്ധുക്കളെയും സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ കേരളത്തിലുള്ള പ്രതിഷേധമുയർത്തി കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്ക് താക്കീതായി മാറി ജനാധിപത്യ വിരുദ്ധ നിലപാടുകളിൽ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാനത്ത് ഉയർന്നു വരുന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായി LDF അങ്കമാലി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന പ്രതിഷേധ മാർച്ച്, അങ്കമാലി പോസ്റ്റ് ഓഫീസ് മാർച്ച്, ഇതാ ഈ വഴുത്ത സമരത്തിന് തുടക്കം കുറിക്കുകയാണ്. ധർണാ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് CPIM-ന്റെ നിർണയിക്കുന്നു. കേന്ദ്ര സർക്കാരെ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് നമ്മുടെ അയൽവക്കത്തുള്ള ജില്ലയിൽ നിന്ന് പാർലമെന്റ് അംഗമായ സുരേഷ് ഗോപിയും മറ്റൊരു മന്ത്രിയും കേരളത്തിന്റെ ഭാഗമായി കേന്ദ്രത്തെ പ്രതിനിധീകരിക്കുന്നുണ്ട്. ആ മന്ത്രിമാർ കൂടി അല്പം ഒരു ഒരു അന്തസ്സോടുകൂടി, ആ പദവിയിലിരിക്കുന്ന അന്തസ്സോടുകൂടി പ്രതികരിക്കാനും സംസാരിക്കാനും തയ്യാറായാൽ, ഇപ്പോൾ ഗവർണറിൽ വന്നിട്ടുള്ള മാറ്റം, ഗവർണറെ പിൻവലിച്ച് പുതിയ ഗവർണർ വന്നപ്പോൾ മുഖ്യമന്ത്രിയോടും മന്ത്രിമാരോടും സംസാരിക്കാം, അവരുമായി ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം എന്നുള്ള അന്തരീക്ഷത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ അവരുടെ ഈ രാഷ്ട്രീയം എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വികസന കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കാനുള്ള മനസ്സ് അവരെല്ലാം വളർത്തിയെടുക്കണമെന്ന് വളരെ താഴ്മയോടുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഈ സമരം മുദ്ര പതിപ്പിച്ച വികസന പ്രവർത്തനവുമായി കേരളത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് കേരളം കടന്നു പോകുന്നത്. നമുക്കറിയാം, ഒരു ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും വരുമാനം പങ്കിടുമ്പോൾ തന്നെ തിരിച്ച് സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട വിഹിതത്തിൽ ജനാധിപത്യത്തിൻ്റെ ആ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളെയും ഒരുപോലെ കണ്ടുകൊണ്ട് വികസന പ്രവർത്തനത്തെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം ഇന്ന് ഭരിക്കുന്ന യൂണിയൻ ഗവൺമെൻറ്റിന് ഉണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ കഴിഞ്ഞ ബഡ്ജറ്റുകളിലൊക്കെ തന്നെ എവിടെയാണോ അടുത്ത തെരഞ്ഞെടുപ്പ് വരിക, ആ
സംസ്ഥാനത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള BJPക്ക് അധികാരം പിടിക്കാൻ വേണ്ടിയുള്ള ഒരു ബഡ്ജറ്റാണ് എല്ലായ്പ്പോഴും അവതരിപ്പിക്കുന്നത്. ഇന്ന് ഭരിക്കുന്ന ഫിനാൻസ് മിനിസ്റ്റർ തയ്യാറായില്ല എന്ന് മാത്രമല്ല, കേരളത്തിനായിട്ട് ഒരു പദ്ധതി പോലും ഈ നിലവിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ഉണ്ടായില്ല. കേരളത്തിൻ്റെ ചിരകാല അഭിലാഷമായിട്ടുള്ള എയിംസ്, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ എയിംസ് അനുവദിച്ചു കഴിഞ്ഞു ഏകദേശം. ഇനി ഏതെങ്കിലും സംസ്ഥാനത്തെ എയിംസ് അനുവദിക്കാനുണ്ടെങ്കിൽ അത് കേരളമാണ്. കേരളത്തിൻ്റെ എല്ലാ ജനങ്ങളുടെയും ആരോഗ്യ മേഖലയിൽ വലിയ മുന്നേറ്റം നടത്തിയ കേരളത്തിന് സ്വന്തമായി ഒരു എയിംസ് ഇല്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. നമ്മുടെ ആശുപത്രികൾ മുഴുവൻ ബ്രാൻഡ് ചെയ്യാൻ പറഞ്ഞു, ബ്രാൻഡ് ചെയ്താലേ പൈസ തരത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ബഹുഭൂരിപക്ഷം ആശുപത്രികൾ ബ്രാൻഡ് ചെയ്തു. എന്നിട്ടും കഴിഞ്ഞ വർഷം നൽകാനുള്ള കുടിശ്ശിക ഇപ്പോൾ ഒരു ചെറിയ പൈസ അനുവദിച്ചു. പക്ഷെ കഴിഞ്ഞ വർഷത്തെ 2023-24 വർഷത്തെ വലിയ കുടിശ്ശിക തരാതിരിക്കുകയും അത് നമ്മുടെ ആശാവർക്കർമാർക്ക് കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് കുടിശ്ശിക തരാതിരുന്നപ്പോഴും ഇത്രയും കഴിഞ്ഞ ഒരു വർഷക്കാലം മുഴുവൻ ഈ ആശാവർക്കർമാർക്ക് കേന്ദ്രത്തിന്റെ വിഹിതവും കൂടിയും കയ്യിൽ നിന്ന് എടുത്തു വെച്ച് സംസ്ഥാന ഗവൺമെന്റ് അവരുടെ വിഹിതം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ആശാവർക്കർമാർക്ക് ഓണറേറിയം കൊടുക്കുന്നത് കേരളത്തിലാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അംഗനവാടി ടീച്ചർമാർക്ക് ഓണറേറിയം കൊടുക്കുന്നത് കേരളത്തിലാണ്. സ്കൂൾ പാചക തൊഴിലാളികൾക്ക് കൊടുക്കുന്നത് കേരളത്തിലാണ്. ഇതിനകത്തൊക്കെ കേന്ദ്ര വിഹിതം 1000 രൂപയും 1200 രൂപയും ഉള്ളപ്പോൾ കേരളത്തിൽ കൊടുക്കുന്നത് 10,000-ന് മുകളിലാണ്. അങ്ങനെ കേരളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു വികസനം മുന്നോട്ട് വയ്ക്കുമ്പോൾ നമ്മൾക്ക് ലഭിക്കേണ്ട പൈസ അത് പല രീതിയിൽ, ഇപ്പോൾ സ്കൂളുകൾക്ക് ഇനി പൈസ നൽകണമെങ്കിൽ പുതിയ എഡ്യൂക്കേഷൻ പോളിസി അംഗീകരിച്ചു വരണം. അതിന് അംഗീകരിച്ചാൽ തന്നെ നമുക്ക് തരേണ്ട പൈസ നമുക്ക് നൽകുന്നില്ല. പലപ്പോഴും കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിക്കുന്ന പദ്ധതികൾ പലതും കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയത്തില്ല. കാരണം കഴിഞ്ഞ ബഡ്ജറ്റിൽ കൊടുത്തിരിക്കുന്നു എല്ലാ സ്കൂളുകളിലും ഇന്റർനെറ്റ് അനുവദിക്കാനായിട്ട് ഇത്ര കോടി അനുവദിച്ചു. കേരളത്തിൽ എല്ലാ സ്കൂളിലും നിലവിൽ ഇന്റർനെറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ പൈസ കിട്ടില്ല. 400 സ്ക്വയർ ഫീറ്റുള്ള വീടുകൾ പണിയുവാൻ ഇത്ര കോടികൾ അനുവദിച്ചിരിക്കുന്നു. കേരളത്തിൽ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം കേരളത്തിൽ 400 സ്ക്വയർ ഫീറ്റുള്ള വീടുകൾ പണിയാൻ പറ്റത്തില്ലെന്ന് മാത്രമല്ല, നമ്മൾ ലൈഫ് മിഷൻ വഴി ലക്ഷക്കണക്കിന് വീടുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 4,000 കോടി രൂപയുടെ പാക്കേജ് പറഞ്ഞത് എന്തുകൊണ്ടാണ്? കേരളത്തിന് തരാനുണ്ടായിരുന്ന ഒരു 54,700 കോടി രൂപ തരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. കേരളത്തിന് തരേണ്ടതായിരുന്ന പണം തന്നിട്ടില്ല. അത് തരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മളൊരു പ്രത്യേക പാക്കേജ് എന്നുള്ളതിൽ ഇങ്ങനെയെങ്കിലും തരണം എന്നാവശ്യപ്പെട്ടു. തന്നില്ല. ഈ പാക്കേജ് മാത്രമല്ല, ഇവിടെ പറഞ്ഞതുപോലെ എയിംസ് ഈ രാജ്യത്തെ മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും അനുവദിച്ചു, കേരളത്തിന് തരൂല്ല. റെയിൽവേ വികസനം എത്ര കാലമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ റെയിൽവേ വികസനത്തിന് വേണ്ടി പ്രത്യേക ഇടപെടൽ വേണം നമ്മൾ ആവശ്യപ്പെട്ടല്ലോ. എന്തെങ്കിലും ഈ ബജറ്റിനകത്തുണ്ടോ? നിരവധി പാതകൾ ഇരട്ടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പറഞ്ഞു, തന്നിട്ടില്ല. വേണ്ട, നമ്മൾ ഈ അങ്കമാലിയിൽ നിന്ന് ശബരിമലയിലേക്ക് പോകാൻ വേണ്ടി എരുമേലി വരെയുള്ള ഒരു പാതയുണ്ടല്ലോ, അങ്കമാലി ശബരി പാത. ആ അങ്കമാലി ശബരി പാതയ്ക്ക് വേണ്ടി അനുമതി തരണം, അതിനുവേണ്ടി പണം അനുവദിക്കണം ആവശ്യപ്പെട്ടല്ലോ. അങ്കമാലി ശബരി പാത അനുവദിക്കുന്നത് 97-98 കാലയളവിലാണ്. ആ കാലയളവിൽ ഇത് അംഗീകരിക്കുമ്പോൾ വളരെ കുറഞ്ഞ തുകയുള്ളൂ. ഏതാണ്ട് 700 കോടി രൂപ ഉണ്ടെങ്കിൽ അങ്കമാലി ശബരി പാത അന്നാവും. ഇന്നിപ്പോൾ എത്ര വേണം? 3,800 കോടി വേണം. ആ 3,800 കോടിയിൽ കേരളത്തിലെ ഗവൺമെൻറ് പറഞ്ഞു, ഞങ്ങളൊരു കാര്യം ചെയ്യാം, പകുതി പണം തരാം. ഈ പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ പൂർണ്ണമായിട്ടും റെയിൽവേ മന്ത്രാലയത്തിൻ്റെ കീഴിൽ പൂർണ്ണ പണം മുടക്കിക്കൊണ്ടുള്ള ഒരു പദ്ധതിയായിരുന്നു അങ്കമാലി ശബരി റെയിൽപാത. എന്തുണ്ടായി? ഒന്നുമില്ല. പകുതി പണം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും അനുവദിക്കുന്നില്ല. ശബരിമല എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ചില ആളുകൾക്ക് വല്ലാത്ത ഒരു സമീപനമുള്ള ആളുകളാണല്ലോ കേരളത്തിലുള്ളത്. എന്നിട്ട് പോലും ശബരിപാതയുടെ കാര്യം പറയുമ്പോൾ അങ്ങോട്ട് പണം തരണം, അല്ലെങ്കിൽ അങ്ങോട്ട് റെയിൽവേ വികസനം വേണം എന്ന് പറയുമ്പോൾ ഇല്ല എന്നുള്ളതല്ലേ അവസ്ഥ. ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തിൽ നിന്ന് പോകുന്ന MP മാർ, നമ്മുടെ ഈ ബെന്നി ബെഹനാൻ എന്താ പണി? ഇവിടെ നിന്ന് പോകുമല്ലേ? ഈ അങ്കമാലി മണ്ഡലത്തിൽ നിന്ന് പോവുകയാണല്ലോ. അങ്കമാലിയിൽ നിന്ന് കാലടി വരെ 7 കിലോമീറ്റർ വന്നിട്ടുണ്ടല്ലോ, പണിതല്ലോ. ബാലൻസ് ഈ മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള പെരുമ്പാവൂർ കടത്തി വിടണ്ടേ? അത് കഴിഞ്ഞാൽ അപ്പുറം ഡീൻ കുര്യാക്കോസ് ഏറ്റെടുക്കണ്ടേ? തൊട്ടപ്പുറം ആന്റോ ആന്റണി ഇത് ഏറ്റെടുക്കണ്ടേ? കേരളത്തിൽ നിന്ന് പോകുന്ന MP മാർ കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ഇടപെടുന്നുണ്ടോ? ഇല്ലല്ലോ. 18 MP മാർ UDF-ന്റെ അല്ലേ? നിർഭാഗ്യവശാൽ കേരളത്തിൽ നിന്ന് ഒരാൾ BJP-യുടെ ജയിച്ചു പോയി, അയാൾ കേന്ദ്രമന്ത്രിയായി. അയാൾ കേന്ദ്രമന്ത്രിയായതിനു ശേഷം കേരളത്തോട് പുലഭ്യം പറച്ചിൽ മാത്രമായി.